AICC ആസ്ഥാനത്ത് സംഘപരിവാർ വന്ദേമാതരം ആലപിച്ചതിൽ വിചിത്ര ന്യായീകരണവുമായി മന്ത്രി കെ മുരളീധരൻ. വന്ദേമാതരം പൂർണ്ണമായി പാടിയില്ലെങ്കിൽ കുറ്റകരമാകുന്ന നിയമമുണ്ട്. നിയമം തിരുത്താൻ കോൺഗ്രസിന് അധികാരമില്ലെന്നും മുരളീധരൻ. വന്ദേമാതരം പാടിയാൽ ഫുള്ളായിട്ട് പാടണമെന്നും അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഒരു ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കി. ഇനി അതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ കോടതിയിൽ പോയിട്ട് ബില്ല് രണ്ടാമതും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. അത് നിയമ പോരാട്ടമാണ്, അത് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ഇനിയും 2 കൊല്ലം കാത്തിരിക്കണം ഈ നിയമത്തിൽ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരണം. അല്ലാതെ ഇപ്പോൾ പാസ്സാക്കിയ നിയമം അനുസരിച്ചാണെങ്കിൽ ആരെ വേണമെങ്കിലും രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അകത്തിടാം. അപ്പോൾ അത് എന്നാൽ അതേ സമയത്ത് വന്ദേമാതരം പാടാതിരുന്നാൽ അത് BJPക്ക് വിട്ടുകൊടുക്കും. വന്ദേമാതരത്തെ കോൺഗ്രസ്സല്ലേ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ചു. അതിനെ ഒറ്റി കൊടുത്തവരൊക്കെ കയ്യിലേക്ക് ഇത് കൊടുക്കണോ? വേണ്ടല്ലോ. ഇല്ല, സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് പ്രോട്ടോക്കോളിൽ ദേശഭക്തി ഗാനം പ്രത്യേകിച്ച് ഇന്ന പാട്ട് പാടണമെന്നൊന്നും പറയുന്നില്ല. ഇന്ന് ദേശഭക്തി ഗാനം പാടിയിരുന്നു. ഷീജ ചേരുകയാണ്. ഷീജ, കെ മുരളീധരന് എല്ലാത്തിനും ന്യായീകരണമുണ്ട്. ഇവിടെയും അദ്ദേഹം ന്യായീകരണം കണ്ടെത്തുകയാണ്. ഷീജ. തീർച്ചയായും ഷമ്മി, AICC ആസ്ഥാനത്തെ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്. അത് നിയമത്തിൽ പറയുന്നത് വന്ദേമാതരം പൂർണ്ണമായി പാടിയില്ലെങ്കിൽ അത് കുറ്റകരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വന്ദേമാതരം പൂർണ്ണമായും AICC ആസ്ഥാനത്ത് ചൊല്ലിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം നിലവിൽ BJP ആണ് അവിടെ ഭരിക്കുന്നത് കേന്ദ്രം എന്നുള്ളത് കൊണ്ട് മറ്റു മാറ്റങ്ങളൊന്നും നിയമത്തിൽ വരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിയമം തിരുത്താൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളൊരു ന്യായീകരണം. ഈ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പാടിയത് അത് വിവാദമായ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ കോടതിയിൽ പാർട്ടി പോകും എന്നൊക്കെ പറഞ്ഞാണ് അതിനെ ന്യായീകരിക്കുന്നത്. സംസ്ഥാനത്തെ സാഹചര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സംസ്ഥാനത്ത് ഏതായാലും വന്ദേമാതരം പാടണം എന്നുള്ള നിർദ്ദേശം ഒരു ഘട്ടത്തിലും നൽകിയിരുന്നില്ല എന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ആ രീതിയിൽ ആയിരുന്നില്ല എന്നും അത് മുഖ്യമന്ത്രി പറഞ്ഞ അതേ രീതി തന്നെ അദ്ദേഹവും സ്വീകരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ AICC ആസ്ഥാനത്തുണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ളത് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.